ഹായ് നമസ്കാരം. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് അറിയാനായിട്ട് ഇനി വെറും ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. തീർച്ചയായിട്ടും വളരെയധികം വലിയ തോതിലുള്ള ഒരു കാത്തിരിപ്പ് തന്നെയാണ്. ഓരോ സ്ഥലങ്ങളിലും എന്താണ് സംഭവിക്കുന്നത്, എന്ത് തരം അട്ടിമറിയാണ് സംഭവിക്കുന്നത്, കേരളത്തിൽ BJP അക്കൗണ്ട് തുറക്കുമോ, കേരളത്തിൽ UDF അധികാരത്തിൽ വരുമോ, LDF തുടർഭരണം നടത്തുമോ എന്നുള്ള നിർണായകമായിട്ടുള്ള ചോദ്യങ്ങൾ നിലനിൽക്കുന്ന ഒരു ഘട്ടം. തീർച്ചയായിട്ടും കേരളത്തിൽ പല രീതിയിലുമുള്ള അട്ടിമറികൾ നടക്കാനായിട്ട് ഏറ്റവും കൂടുതൽ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് സർവേ റിസൾട്ടുകൾ സൂചിപ്പിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. അതിലെടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തു വരുന്ന റിസൾട്ടുകൾ, അതായത് സർവേ റിസൾട്ടുകൾ, ദേശീയ തലത്തിൽ നിന്ന് തന്നെയുള്ള സർവേ റിസൾട്ടുകൾ. അതോടൊപ്പം തന്നെ അത് ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ. ഏറ്റവും എടുത്തു പറയേണ്ടത് നിലവിൽ നമ്മൾ നോക്കാനായി മലപ്പുറം 16 നിയമസഭാ മണ്ഡലങ്ങൾ. ഈ 16 നിയമസഭാ മണ്ഡലങ്ങളിൽ എന്തുതരം മാറ്റങ്ങൾ, അട്ടിമറിയാണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യം. അതിൽ തന്നെ ഏറ്റവും അന്തിമഘട്ടത്തിൽ വന്നിരിക്കുന്ന സർവേ റിസൾട്ടുകൾ, ദേശീയ തലത്തിൽ നിന്ന് തന്നെ വന്ന അന്തിമഘട്ട തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷമുള്ള അന്തിമഘട്ട സർവേ റിസൾട്ടുകൾ പുറത്തു വരുമ്പോഴത്തേക്കും മലപ്പുറത്ത് സംഭവിക്കുന്ന മാറ്റങ്ങൾ എന്താണ്, അട്ടിമറി എന്താണ്? 2021 കണക്ക് നോക്കുമ്പോഴത്തേക്ക് 2021 ഒരു UDF തരംഗമായിരുന്നു, LDF തരംഗമായിരുന്നു 2021 ഉടനീളം എല്ലായിടത്തുമെങ്കിൽ മലപ്പുറത്ത് UDF തരംഗമായിരുന്നു. മലപ്പുറത്ത് 13 സീറ്റുകളാണ് UDF നേടിയെടുത്തത്. 3 സീറ്റുകളിൽ മാത്രമായിരുന്നു LDFിന് നേടിയെടുക്കാനായത്. BJPക്ക് സീറ്റുകളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അവിടെയും മലപ്പുറത്ത് IUML, മുസ്ലിം ലീഗ്, UDFിന്റെ തരംഗമായിരുന്നു. പക്ഷേ 2026 വരുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും സർവേ റിസൾട്ട് സൂചിപ്പിക്കുന്ന വ്യക്തമായി പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് 2021 വളരെ വലിയ തോതിലുള്ള ഒരു മുന്നേറ്റം അല്ലെങ്കിൽ ഒരു തരംഗം തന്നെയായിരിക്കും അവിടെ UDF മുസ്ലിം ലീഗിന് ഉണ്ടാകാൻ പോകുന്നത് എന്ന് തന്നെയാണ്. അതായത് അവിടെ LDFിന് അടിപതറുമെന്നാണ് സർവേ റിസൾട്ട് സൂചിപ്പിക്കുന്ന കാര്യമെന്ന് പറയുന്നത്. കൃത്യമായി പറയുകയാണെങ്കിൽ 13 സീറ്റുകളാണ് 2021 UDF IUML അവിടെ നേടിയെടുത്തതെങ്കിൽ ഈ വരുന്ന 2026 അവിടെ മുസ്ലിം ലീഗ് UDF നേടിയെടുക്കാൻ പോകുന്നത് കൃത്യമായി പറയുകയാണെങ്കിൽ ഒരു തൂത്തുവാരലായിരിക്കുമെന്നാണ് സർവേ റിസൾട്ട് സൂചിപ്പിക്കുന്ന കാര്യമെന്ന് പറയുന്നത്. 16 സീറ്റുകളിലും വിജയ സാധ്യത അവിടെ UDF മുസ്ലിം ലീഗിന് നിലനിൽക്കുന്നു എന്നുള്ളതാണ് സർവേ റിസൾട്ട് സൂചിപ്പിക്കുന്ന കാര്യമെന്ന് പറയുന്നത്. LDFിന് സീറ്റുകൾ, നിലവിലുള്ള സീറ്റുകൾ നഷ്ടപ്പെട്ടു പോകുന്ന തരത്തിലുള്ള കാര്യങ്ങൾ മാറുമെന്നും സർവേ റിസൾട്ട് സൂചിപ്പിക്കുന്നു വ്യക്തമായി. അതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഒരു സീറ്റ്, ഒറ്റ സീറ്റിൽ മാത്രമാണ് അവിടെ LDFിന് ഒരു 50-50 ചാൻസ് നൽകിയിരിക്കുന്നതെന്ന് പറയുന്നത്. അത് പൊന്നാനിയാണ്. അതെ, പൊന്നാനിയിൽ മാത്രമാണ് ഒരു 50-50 ചാൻസ് അങ്ങോട്ടോ ഇങ്ങോട്ടോ ചായാം എന്നുള്ള തരത്തിലോട്ട് കാര്യങ്ങൾ പറയുന്നത്. ബാക്കി എല്ലാ സീറ്റുകളിലും കൃത്യമായിട്ടുള്ള ഒരു മുൻതൂക്കം അവിടെ മുസ്ലിം ലീഗ് UDFിന് നൽകിയിരിക്കുന്നു എന്ന് സർവേ റിസൾട്ട് വ്യക്തമായി പറയുന്നു. അതിൽ പൊന്നാനി മാത്രമാണ് നിലവിൽ ഒരു 50-50 ചാൻസ് നിലനിൽക്കുന്നത്. അത് അങ്ങോട്ടോ ഇങ്ങോട്ടോ ചായാം. അങ്ങനെ നോക്കുവാണെങ്കിൽ 16 സീറ്റിലും UDFിന് അല്ലെങ്കിൽ മുസ്ലിം ലീഗിന് വിജയസാധ്യത നിലനിൽക്കുന്നു എന്ന് തന്നെയാണ് വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. LDFിന് അടിപതറുമെന്നാണ് സർവേ റിസൾട്ട് സൂചിപ്പിക്കുന്ന കാര്യമെന്ന് പറയുന്നത്. അതിൽ എടുത്തു പറയേണ്ട കാര്യമെന്ന് പറയുന്നത് BJP സംബന്ധിച്ചിടത്തോളം മലപ്പുറത്ത് കാര്യമായിട്ടുള്ള ഒരു മുന്നേറ്റമൊന്നും തന്നെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കത്തില്ല എന്ന് തന്നെയാണ്. അതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ചിലയിടങ്ങൾ, അതായത് ടൈറ്റ് ഫൈറ്റ് നടക്കുന്ന ചിലയിടങ്ങളിൽ BJP വോട്ടുകൾ ചിലപ്പോൾ നിർണായകമായെന്ന് വരാം. അല്ലാതെ നോക്കിക്കഴിഞ്ഞാൽ BJP സംബന്ധിച്ചിടത്തോളം വലിയൊരു മുന്നേറ്റം ഈ പറയുന്ന തോതിൽ ഒരു സീറ്റ് നേട്ടമൊന്നും തന്നെ മലപ്പുറത്ത് ഉണ്ടാകാനായിട്ട് സാധ്യത വളരെയേറെ കുറവാണ്. അതിൽ ഈ പറയുന്ന തോതിൽ UDF മുസ്ലിം ലീഗ് നേട്ടമുണ്ടാക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും. അതിൽ സീറ്റ് മുന്നേറ്റം 2021 കൂടുതലാക്കി അവർക്ക് മാറ്റാൻ ഇത്തവണ സാധിക്കും. അതായത് 15 അല്ലെങ്കിൽ 16 എന്നുള്ള തരത്തിലേക്ക് മാക്സിമം എത്തുന്ന തരത്തിൽ, അതായത് 16 നിയമസഭാ സീറ്റുകൾ ഉള്ളയിടത്ത് 15 അല്ലെങ്കിൽ 16 എന്നുള്ള തരത്തിലേക്ക് അവർക്ക് എത്തിപ്പെടാൻ സാധിക്കുമെന്ന് തന്നെയാണ് സർവേ റിസൾട്ട് വ്യക്തമാക്കുന്ന കാര്യമെന്ന് പറയുന്നത്. അതിൽ LDFിന് അടിപതറും. നിലവിലുള്ള കൈവശമുള്ള സീറ്റുകളും നഷ്ടപ്പെട്ടു പോകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയേക്കാമെന്നും സർവേ റിസൾട്ട് വ്യക്തമായി പറയുന്നു. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ LDFിനെ സംബന്ധിച്ചിടത്തോളം കനത്ത തിരിച്ചടി തന്നെയായിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത് UDFിനെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ തോതിലുള്ള ഒരു നേട്ടമായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഒരു ജില്ലയിലെ 16 നിയമസഭാ സീറ്റിലും വിജയസാധ്യത നിലനിൽക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നതും അത് നേടിയെടുക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്തുകയും ചെയ്തു കഴിഞ്ഞാൽ അത് UDFിനെ സംബന്ധിച്ചിടത്തോളം, മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം മലപ്പുറം പോലുള്ള സ്ഥലത്ത് വളരെ വലിയ തോതിൽ മുൻതൂക്കം നൽകുന്ന ഒരു കാര്യം തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. തീർച്ചയായിട്ടും ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം കയ്യിലിരിക്കുന്ന സീറ്റുകൾ പോലും അത് കൈവിട്ടു പോകുമോ എന്നുള്ള പേടിയിൽ തന്നെയായിരിക്കും എന്ന കാര്യവും സംശയമില്ലാതെ സർവേ റിസൾട്ട് വ്യക്തമാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. എന്തായാലും സർവേ റിസൾട്ടുകൾ പോലെ തന്നെ കാര്യങ്ങൾ മാറി മറിയുമോ, അതല്ല എന്തെങ്കിലും തരത്തിലുള്ള ട്വിസ്റ്റുകളോ അട്ടിമറികളോ അവിടെ ഇടതുപക്ഷത്തിന് നടത്താൻ സാധിക്കുമോ, അതല്ല ഇതൊന്നും തന്നെ അല്ല ഒരു തരംഗം തന്നെയായിരിക്കും ഈ പറയുന്ന തോതിൽ മലപ്പുറത്ത് മുസ്ലിം ലീഗിന്റെയും അതോടൊപ്പം തന്നെ കോൺഗ്രസിന്റെയും തരംഗം തന്നെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടത് അനിവാര്യം തന്നെയാണ്. ജനങ്ങളുടെ വിധി എന്താണ്, ഒരു റിയാലിറ്റി എന്താണ് അവിടെ സംഭവിക്കാൻ പോകുന്നത്, അത് ആർക്ക് അനുകൂലമാകും ആർക്ക് പ്രതികൂലമാകും എന്നുള്ളത് തീർച്ചയായിട്ടും കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ്. അതിൽ ഈ പറയുന്ന തോതിൽ IUML കോൺഗ്രസ് നേട്ടമുണ്ടാക്കുന്ന അളവിലേക്ക് കാര്യങ്ങൾ മാറ്റുമോ, അതല്ല അവിടെ LDFിനെ പിടിച്ചു നിൽക്കാനാവുന്ന തരത്തിലോട്ടെങ്കിലും കാര്യങ്ങൾ മാറ്റാൻ സാധിക്കുമോ, ഒരു സീറ്റെങ്കിലും നിലനിർത്താൻ സാധിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറ്റാൻ സാധിക്കുമോ, അതല്ല എല്ലാ രീതിയിലും ഒന്നുമല്ലാതാവുന്ന തരത്തിലോട്ട്
വട്ടപൂജ്യമാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമോ? അവിടെ ഈ പറയുന്ന തോതിൽ IUML കോൺഗ്രസ് തന്നെ വളരെ വലിയ തോതിലുള്ള ഒരു നേട്ടമുണ്ടാക്കുന്ന അളവിലേക്ക് കാര്യങ്ങൾ എത്തുമോ എന്നുള്ളത് തീർച്ചയായിട്ടും കാത്തിരുന്ന് കാണേണ്ടത് അനിവാര്യം തന്നെയാണ്. എന്തായാലും 2021 ആവർത്തിക്കുന്ന കണക്ക് കാര്യങ്ങൾ മാറുമോ, അതല്ല അതിലുപരിയുള്ള ഒരു നേട്ടം ഉണ്ടാക്കുന്ന തരത്തിലോട്ട് അവിടെ കോൺഗ്രസ് IUML മാറി മറിയുമോ എന്നുള്ളത് തീർച്ചയായിട്ടും കണ്ടറിയാം.